ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഹെയർ ക്ലിപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അലിഗേറ്റർ ക്ലിപ്പിൽ അടിപൊളി വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ്. പിന്നെ ഈ ഒരു ക്ലിപ്പിൻ്റെ പ്രത്യേകത വന്നിട്ട് വലിയവർ മുതൽ കൊച്ചു പിള്ളേർക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. സെറ്റ് സാരിക്കാണെങ്കിലും പട്ടുപാവടയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ദാവണി, ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഡ്രസ്സിനും നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വീഡിയോ വന്നിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പം അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇനി നമുക്കിതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള റിബണാണ് കേട്ടോ. ഗോൾഡൻ റിബണാണ്. ഇത് ബട്ടൺ ഹൗസിൽ വാങ്ങാൻ കിട്ടും. 1 മീറ്ററിന് 10 രൂപയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള പോളനാണ് കേട്ടോ. ഗോൾഡൻ കളർ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം ഇതും നമുക്ക് ബട്ടൺ ഹൗസിൽ വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ്. ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കിട്ടുന്ന സ്റ്റോറുണ്ട്, അവിടെ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള സീക്വൻസ് ആണ്. ഗോൾഡൻ കളറാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല ഗ്ലേസിങ് ആണ്, അടിപൊളിയാണ് കേട്ടോ അത് കാണാനായിട്ട്. ഇതൊരു പാക്കറ്റിന് 20 രൂപയാണ്. ഇതിൽ ഞാൻ കുറേ വർക്ക് ചെയ്തു, എന്നിട്ടും ബാക്കിയാണ്. ഇനി നമുക്ക് ഇതുപോലെയുള്ള നൂലാണ്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ക്യാൻവാസിൻ്റെ ഷീറ്റാണ്. അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെ വേണം. ഇത് മീഷോ ആപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള കസവിൻ്റെ ക്ലോത്താണ് കേട്ടോ. ഇത് നീളത്തിന് കട്ട് ചെയ്തെടുത്തതാണ്. അടുത്ത വേണ്ടത് ഈ ഒരു ഗമ്മാണ് കേട്ടോ. B7000ൻ്റെ ഗമ്മാണ്. ഇനി നമ്മൾ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ട് മടക്കി കൊടുക്കുകയാണ്. സൈഡിൽ 2 സൈഡും ഉള്ളിലോട്ട് അങ്ങ് മടക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കസവ് ക്ലോത്താണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഗോൾഡൻ കളറ്. വല്ലാണ്ട് ഇങ്ങനെ ഉദിച്ച ടൈപ്പ് എടുക്കാതിരിക്കുക, കാരണം തലയിൽ വെക്കേണ്ടതല്ലേ. അപ്പം വല്ലാണ്ട് ഇങ്ങനെ ഗോൾഡൻ ഇങ്ങനെ ഉദിച്ച ടൈപ്പ് എടുക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. ഒന്നിങ്ങനെ ഒതുങ്ങിയ ടൈപ്പ് എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിതുപോലെ 2 സൈഡും ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു നടുക്ക് ഭാഗം സൂചിയും നൂലും വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഗ്യാപ്പിൽ വേണം, ഇങ്ങനെ വലിയ ഗ്യാപ്പിൽ വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ആ ഒരു നൂല് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് അതിങ്ങനെ വിടർത്തി കൊടുക്കുകയാണ് കേട്ടോ. ബട്ടർഫ്ലൈ മോഡലിൽ നമ്മളിങ്ങനെ ജസ്റ്റ് വിടർത്തി കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പോളനാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 പോളനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഓരോന്നിൻ്റെയും ഈ ഒരു തണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ക്ലോത്ത് എടുക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ഗമ്മ് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോളൻ എടുക്കുക. അതിൻ്റെ തണ്ടിലായിട്ട് ഈ ഒരു ഗമ്മ് തേച്ചതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പോളൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള റിബണാണ് കേട്ടോ. അതും ഗോൾഡൻ കളറിലുള്ള റിബണാണ്. ഇത് നമുക്ക് ബട്ടൺ ഹൗസ്, ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു റിബണിൻ്റെ ചെറിയൊരു പീസ് എടുക്കുക കേട്ടോ. ആ ഒരു നടുക്ക് ഭാഗം ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗമ്മ് തേച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു റിബണിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ അതവിടെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ എടുക്കരുത്. കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഉണങ്ങുന്നത് വരെ പിടിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു റിബൺ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റാണ് കേട്ടോ. ഇതും നമുക്ക് ബട്ടൺ ഹൗസിൽ വാങ്ങാൻ കിട്ടും. 10 രൂപ മുതൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഗമ്മ് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഫ്ലവേഴ്സ് നമ്മളിതിന് ചുറ്റും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഫ്ലവേഴ്സ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സെയിലാക്കുന്ന സ്റ്റോറുണ്ട്, അതിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റേറ്റ് കുറയും കേട്ടോ. അപ്പം ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സെയിലാക്കുന്ന ഷോപ്പുകളുണ്ട്, ഡെക്കറേറ്റ് ചെയ്യുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 രൂപ മുതൽ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് കിട്ടുന്നതായിരിക്കും. ഇനി ആ ബാലൻസ് വരുന്ന ഒരു ക്യാൻവാസിൽ കുറച്ച് ഗം ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു റിബൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ എന്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് നേരം ഉണങ്ങാനായിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സീക്വൻസ് ആണ്. ഈ ഒരു സീക്വൻസ് നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഫ്ലവേഴ്സിൻ്റെ തണ്ടിലും ആ ഒരു ക്യാൻവാസിലും അതുപോലെ ഈ ഒരു നടുക്ക് വരുന്ന റിബണിലൊക്കെ നമ്മൾ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു സീക്വൻസ് ഓരോന്ന് എടുത്തിട്ട് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ തണ്ടിലും ക്യാൻവാസിലും അതുപോലെ ആ ഒരു നടുക്ക് വരുന്ന റിബണിൽ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു സീക്വൻസ് ഫുള്ളായിട്ട് ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്ലിപ്പിൻ്റെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് വെക്കേണ്ട പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ലാസ്റ്റത്തെ വർക്ക് വന്നിട്ട് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഇതിൽ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ക്ലിപ്പിൻ്റെ നടുക്ക് ഭാഗം നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ. അത് കുറച്ചിങ്ങനെ ഉണങ്ങുന്നത് വരെ നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പം നമ്മളുടെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടുള്ള അടിപൊളി ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത്, ആരും ഇതുപോലെയുള്ള ക്ലിപ്പുകളൊന്നും വാങ്ങാൻ നിൽക്കണ്ട. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം ഇതിൻ്റെ മെറ്റീരിയൽസിനൊക്കെ 10 രൂപ മുതൽ നമുക്ക് ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.